വാർഡ് മെമ്പർ അർജുൻ കട്ടയാട്ട്, HM ജാസ്മിൻ ടീച്ചർ, നമ്മുടെ ഈ പാർക്ക് നമുക്ക് സമ്മാനിച്ച സ്കൂളിലെ മുൻ പ്രധാനാധ്യാപിക ജമീല ടീച്ചർ, മറ്റ് ബാലൻ മാസ്റ്റർ, അതുപോലെ തന്നെ ദാമോദരൻ മാസ്റ്റർ, മറ്റ് അധ്യാപകരെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ. നമുക്കറിയാം, നമ്മുടെ സ്കൂളിൻ്റെ മുൻ പ്രധാനാധ്യാപികയായിരുന്ന ജമീല ടീച്ചർ സ്കൂളിൽ നിന്ന് റിട്ടയർമെൻറ്റ് ചെയ്തു പോകുമ്പോൾ നമ്മൾക്ക് തന്നതാണ് നമ്മുടെ സ്കൂളിലെ ഈ പാർക്ക്. അന്ന് നമ്മുടെ റിട്ടയർമെൻറ്റ് പരിപാടിയിൽ ടീച്ചർ നമുക്ക് ഈ പാർക്കിന് ആവശ്യമായ ഫണ്ട് സ്കൂൾ HMനെ ഏൽപ്പിച്ച് അതിനുശേഷം അതിൻ്റെ പ്രവൃത്തി നല്ല രീതിയിൽ നടത്തി ഇന്ന് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മളത് ഈ സ്കൂളിന് വേണ്ടി സമർപ്പിക്കുന്ന ചടങ്ങാണ്. ഈ പ്രമോദാണ്, VK പ്രമോദിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ വാർഡ് മെമ്പർ അർജുൻ കട്ടയാട്ടാണ്. അർജുൻ കട്ടയാട്ടിനെ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ പാർക്ക് നമുക്ക് സംഭാവന ചെയ്ത ജമീല ടീച്ചറെ ഈ പരിപാടിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന സ്കൂൾ മാനേജർ ബാലൻ മാസ്റ്ററെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ മാനേജ്മെന്റ് പ്രധാനാധ്യാപിക ജാസ്മിൻ ടീച്ചർ, മറ്റ് മുഴുവൻ ആളുകളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം. ഈ പ്രധാന അധ്യാപികയും ഈ പാർക്ക് നമുക്ക് സമ്മാനിച്ച ജമീല ടീച്ചർ, സ്കൂളിൻ്റെ നിലവിലെ പ്രധാന അധ്യാപിക ജമീല ടീച്ചർ, സ്കൂളിൻ്റെ മാനേജർ ബാലൻ മാസ്റ്റർ, PTA പ്രസിഡന്റ് ഫൈജു അവർ, ദാമോദരൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള വേദിയിലും സോഷ്യലുമുള്ള ബഹുമാനികളെ പ്രിയപ്പെടാൻ കൂടുതലായൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സ്കൂളിൻ്റെ ഏതാണ്ട് ഒരു 35 വർഷക്കാലത്തെ വലിയ സേവന കാലയളവ് പൂർത്തീകരിച്ച് ഇവിടെ നിന്ന് റിട്ടയർമെൻറ്റ് ചടങ്ങ് നടക്കുന്ന വേളയിലാണ് ജമീല ടീച്ചർ ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് വേണ്ടി, സ്കൂളിന് വേണ്ടി ഇത്തരത്തിലൊരു പാർക്ക് സമ്മാനിക്കുന്ന ഒരു പ്രഖ്യാപനം നടത്തുന്നത്. അതിനുശേഷം എത്രയും പ്രിയപ്പെട്ട അല്ലെങ്കിൽ അവരുടെ വിദ്യാർത്ഥികൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇത്തരത്തിലുള്ള മനോഹരമായ പാർക്ക് ലഭ്യമാക്കിയ ടീച്ചറെ ആത്മാർത്ഥമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ബഹുമാനിയായ കലാപ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ VK പ്രമോദ് അവരുടെ ഏറെ സ്നേഹത്തോട് വിളിച്ചിരുന്നു. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, രക്ഷിതാക്കൾ, ഇന്ത്യയുടെ 78ാമത് സ്വാതന്ത്ര്യ ദിനം. ഈ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ പ്രത്യേകത എനിക്ക് മുമ്പേ സംസാരിച്ച ആളുകളൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് ആ കാര്യത്തിലേക്ക് ഒന്നും ഞാൻ കടക്കുന്നില്ല. നമ്മളിപ്പോൾ വളരെ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ വലിയ സന്തോഷത്തിലാണ്. കാരണം ഈ സ്കൂളിൽ 30-ലേറെ വർഷക്കാലം സേവനമനുഷ്ഠിച്ച് എല്ലാറ്റിലും ഉപരി ഈ സ്കൂളിൻ്റെ വളർച്ചയെ മാത്രം സ്വപ്നം കണ്ടിരുന്ന ടീച്ചറായിരുന്നു നമ്മുടെ ജമീല ടീച്ചർ. ടീച്ചർ ഈ സ്കൂളിൽ നിന്ന് വേർപിരിയുമ്പോൾ അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് റിട്ടേൺ ചെയ്യുമ്പോൾ അവരുടെ മനസ്സിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം ഈ സ്കൂളിൽ അവരുടേതായിട്ടുള്ളൊരു സംഭാവന ഉണ്ടാവണമെന്നുള്ളതാണ്. ആ സംഭാവനയാണ് ഇനി വരുന്ന അവർ പഠിപ്പിച്ചിട്ടുള്ള എത്രയോ തലമുറയിൽപ്പെട്ടുള്ള മക്കളുടെ കൂടെ അല്ലെങ്കിൽ മക്കൾക്ക് പുറത്ത് ഇനി ഇവിടെ വരാൻ വേണ്ടി പോകുന്ന എത്രയോ തലമുറയ്ക്ക് ഉപകരിക്കാൻ വേണ്ടി പറ്റുന്ന, കളിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ചെറിയ ഇടം. ആ ഇടം നിങ്ങൾക്ക് അവർ സംഭാവന നൽകിയിട്ടുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ ജ്ഞാനോദയ സ്കൂളിൻ്റെ ഒരു 10-20-25 വർഷം മുമ്പേയുള്ള ചരിത്രം, അതിൻ്റെ ഒരു അവസ്ഥയൊക്കെ നമുക്കെല്ലാം നല്ലതുപോലെ ഓർമ്മയുണ്ട്. ഇവിടെയുള്ള രക്ഷിതാക്കളിൽ പലരും കല്യാണം കഴിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന ആളുകളായതുകൊണ്ട് അവർക്കൊന്നും അത്ര ബോധ്യം ഉണ്ടായിക്കൊള്ളുന്നില്ല. എന്നാൽ ഇവിടെ പഠിച്ചിട്ടുള്ള രക്ഷിതാക്കൾ അല്ലെങ്കിൽ ഇവിടെ ജീവിച്ചിട്ടുള്ള രക്ഷിതാക്കൾ അവർക്ക് ഈ സ്കൂളിനെ പറ്റി നല്ല ബോധ്യമുണ്ട്. കാരണം സ്കൂൾ എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. ഒരു ഘട്ടത്തിൽ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്കകത്ത് എക്കണോമിക്കെന്നും അൺഎക്കണോമിക്കെന്നും പറഞ്ഞ് സ്കൂളുകൾ അടച്ചുപൂട്ടാൻ വേണ്ടി തീരുമാനിക്കപ്പെട്ടിരുന്നു. കുറേ സ്കൂളുകൾ ആ അടച്ചുപൂട്ടാൻ വേണ്ടി തീരുമാനിച്ച സ്കൂളുകളുടെ പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള സ്കൂളായിരുന്നു നമ്മുടെ സ്കൂള്. ആ സ്കൂള് അടച്ചുപൂട്ടാൻ വേണ്ടി പാടില്ല
എന്ന് പറഞ്ഞ് സമരം നടത്തിയതിൽ അതിന് മുമ്പിൽ നിന്ന കൂട്ടത്തിൽപ്പെട്ട ഒരു യുവജന സംഘടനാ പ്രവർത്തകനാണ് ഞാൻ. എന്ന് പറഞ്ഞാൽ ഈ സ്കൂൾ അടച്ചുപൂട്ടാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞ് ഇവിടുന്ന് ഓഫീസ് വരെ മാർച്ച് നടത്താൻ ഞങ്ങളെല്ലാം മുന്നിട്ടിറങ്ങിയതാണ്. തീരുമാനിക്കപ്പെട്ടത് UDF ഗവൺമെന്റിന്റെ കാലത്താണെങ്കിൽ കൂടി ഈ പ്രദേശത്തെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ആളുകളും ആ തീരുമാനം ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്കൂൾ ഇവിടെ നിലനിൽക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം നടത്തിയതാണ്. ആ സ്കൂളിന്റെ അവസ്ഥ മാറി. അന്ന് സ്കൂള് 100 കുട്ടികളില്ലെങ്കിൽ സ്കൂൾ പൂട്ടണം എന്നുള്ളതാണ്. എന്നാൽ ആ സ്കൂളിന്റെ അവസ്ഥയിൽ നിന്ന് മാറി. അതിന്റെ മാനേജ്മെന്റ് ഈ കാര്യത്തിനകത്ത് ശക്തമായ ഇടപെടൽ നടത്തി. അതിന് പുതിയൊരു സ്ഥലം വാങ്ങി. പരിമിതമായ ചെളിക്കുണ്ടിലായിരുന്ന ഒരു സ്കൂളിനെ നല്ലൊരു സ്ഥലത്തേക്ക് ആ സ്ഥലത്തോട് ചേർന്നുള്ള ഒരു സ്ഥലം വിലയ്ക്ക് വാങ്ങി ആ സ്ഥലത്ത് മനോഹരമായ ഒരു സ്കൂളായി കെട്ടിടമാക്കി ഈ സ്കൂളിലെ കുട്ടികളുടെ എണ്ണം പണ്ടുള്ളതിനേക്കാൾ എത്രയോ വർദ്ധിച്ചു. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് പേരാമ്പ്ര സബ് ജില്ലയിലെ LP സ്കൂളുകളുടെ പട്ടിക പരിശോധിക്കുമ്പോൾ ഏറ്റവും പ്രഥമ സ്ഥാനത്ത് അല്ലെങ്കിൽ 1, 2 അല്ലെങ്കിൽ 10 സ്കൂളുകളുടെ പേര് പറഞ്ഞാൽ അതിലൊന്ന് ജ്ഞാനോദയം LP സ്കൂൾ ഉണ്ടാവും എന്നുള്ളതാണ്. ആ ജ്ഞാനോദയം LP സ്കൂളിൻ്റെ വളർച്ചയ്ക്ക് ഒരു പൊന്തുവലാണ് നമ്മുടെ പ്രിയപ്പെട്ട ജമീല ടീച്ചറുടെ സംഭാവനയായി സ്കൂളിൽ ഇനി മുതൽ ഉണ്ടാവാൻ വേണ്ടി പോകുന്നുള്ള ഈ കൊച്ചു പാർക്ക്. അത് നിങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് ശേഷം സ്കൂളിലേക്ക് വരാൻ വേണ്ടി പോകുന്ന അന്യന്മാർക്കും അന്യത്തിമാർക്കും എല്ലാം ഉപകരിക്കട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പാർക്ക് ഈ സ്കൂളിന് വേണ്ടി തുറന്നതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവരും സീറ്റിലില്ലേ? ഒരു ഉഷാറില്ലാത്തത് ഉഷാറുണ്ടാ? എന്നാ നോക്കട്ടെ, ഒന്ന് കാണട്ടെ. എല്ലാവരും സീറ്റിലൊന്ന് റെഡി ആയിട്ടിരിക്കും. നമുക്ക് പാർക്ക് ഉദ്ഘാടനം ചെയ്യണ്ടേ? പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യം 78ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ ദിവസത്തിൽ തന്നെ നമ്മുടെ സ്കൂളിന് വേണ്ടി ഇത്തരത്തിലുള്ള ഒരു പാർക്ക് ഉദ്ഘാടനം ചെയ്യാൻ കഴിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ കുട്ടികളുള്ള ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഞാനിവിടുന്ന് റിട്ടയർ ആയിട്ടില്ല എന്നൊരു തോന്നലാണ് എനിക്ക് കയറി വരുമ്പോൾ തന്നെ ഉണ്ടായത്. എല്ലാവർക്കും ഭയങ്കര സന്തോഷം. കണ്ടതിൽ എനിക്ക് അതിലേറെ സന്തോഷം. ഞാനിവിടുന്ന് പിരിഞ്ഞു പോകുന്ന സമയത്ത് എനിക്ക് എപ്പോഴും പ്രിയപ്പെട്ട, എല്ലാ കാലവും എൻ്റെ മനസ്സിൽ പ്രിയപ്പെട്ടവരായിട്ടുള്ളത് എൻ്റെ മക്കളാണ്. അവർക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന, എപ്പോഴും ഉപകരിക്കുന്ന ഒരു സമ്മാനം തന്നെ നൽകിക്കൊണ്ടു പോകണമെന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഇത് പ്രാവർത്തികമാകാൻ 2 വർഷം എടുത്തു. എന്നിരുന്നാലും ഇതിനു വേണ്ടി ഒരുപാട് പ്രയത്നിച്ച അധ്യാപകരാണ് ഇവിടെ ഉള്ളത്. നമ്മൾ കാട് പിടിച്ച് കിടന്ന ഈ സ്ഥലം അതിനുവേണ്ടി ഒരുക്കിക്കൊണ്ട് ഏറ്റവും മികച്ച രീതിയിൽ ഒരു പാർക്ക് നിർമ്മിക്കാൻ വേണ്ടി ഇവിടുത്തെ അധ്യാപകർ വളരെയധികം ശ്രമിച്ചിട്ടുണ്ട്. അതിന് മുൻപന്തിയിൽ നിന്നുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചത് മുഹമ്മദ് അലി മാഷാണ്. അതാത് സമയങ്ങളിൽ മാഷ് വിളിച്ച് വിവരങ്ങൾ പറയുകയും അതിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഈ ഒരു പാർക്ക് പ്രാവർത്തികമാക്കാൻ സഹായിച്ച എല്ലാ അധ്യാപകരോടും, അതുപോലെ തന്നെ ഇതിനുള്ള സ്ഥലം വിട്ടു നൽകിക്കൊണ്ട് സഹകരിച്ച മാനേജ്മെൻറ്റിനോടും പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിനാശംസകൾ. ഇപ്പോൾ സ്കൂളിൻ്റെ മാനേജർ ധർമ്മസരെ സാധാരണ ഒരാൾ സ്കൂളിൽ റിട്ടയർ ചെയ്താൽ പിന്നെ ആ പ്രദേശത്ത് മുന്നോട്ടില്ല, സ്കൂളിലേക്ക് വരില്ല. റിട്ടയർ ചെയ്ത് പോകുന്ന ആളുകളാണ് ക്ഷണിച്ചാലും വേണ്ടിയല്ല വരുന്നൊരു ശരിയില്ല. പക്ഷെ ഇവിടെ എല്ലാ പരിപാടിക്കും റിട്ടയർ ചെയ്തു പോയ ടീച്ചർമാരെ ക്ഷണിക്കാറുണ്ടായിരുന്നു. അതിൻ്റെ എപ്പോഴും വരുന്ന ഇന്ന് നമ്മളോടൊപ്പം ഇല്ലാത്ത റോജ ടീച്ചർ എടുത്തു പറയുന്ന ഒരു പേരാണ്. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ലളിയ ടീച്ചർ റിട്ടയർ ചെയ്തു.
ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇത്തരത്തിലുള്ളൊരു സംഭവം ഏഴാമത് സബ് ജില്ലയിൽ ഉണ്ടായിട്ടില്ല. റിട്ടയർ ചെയ്ത് പോയ ഒരാളും പിന്നെ സ്കൂളിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. എന്നാൽ ടീച്ചർ ചെയ്തത് ഏറ്റവും വലിയ കാര്യമാണ്. ടീച്ചറുടെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ എനിക്ക് തിരിഞ്ഞു പോകുന്ന അവസരം